വിനുവാട്ടാ, ഒരു 1500 പറഞ്ഞത്. ആ നീ ഇത് പിടിക്കും, നമുക്ക് 1500 ആക്കാം. ഇത് പിടിക്കിപ്പോ. എടാ ഇവനെ കണ്ടു അമ്മ ഒന്നിച്ച് ഞാൻ പഠിക്കുന്ന സമയത്ത് പഠിച്ചാ ഇപ്പൊ കണ്ട് ഇല മുറിക്കുന്നു. അതേ ഗതി എനിക്കും പറ്റി. നിങ്ങളപ്പോ അന്ന് കൂടി കൊണ്ടല്ലേ അല്ലേ? ഇപ്പൊ ഓരോ ഇല മുറിച്ച് എന്ത് കിട്ടുന്നു? എന്ത് കിട്ടുന്നുണ്ട്? ജീവിക്കണ്ട കുടുംബം പറ്റാൻ പറ്റും. അതേപോലെ നീ കാട്ടി. നിങ്ങളപ്പോ അന്ന് കൂടിയോണ്ട് ഞാൻ നീ എത്ര ശമ്പളം വാങ്ങുന്നുണ്ട്? 15. ഇപ്പൊ അന്ന് ഇവനെ ഞാൻ കൂട്ടിയപ്പോ ഈ ഗതി ഇവന് ഉണ്ടായിട്ടില്ല. ഇല മുറിച്ചിട്ട് എന്ത് കിട്ടുന്നുണ്ട്? എന്ത് കിട്ടാൻ? കുടുംബം പറ്റാൻ പറ്റുമോ? ആവില്ലപ്പാ. വിനു എടാ ബിനു, എന്തൊരു കോലം. നീ ആ പഠിക്കുന്ന സമയത്ത് എത്ര ഭംഗിയിൽ പഠിച്ചുകൊണ്ടായിരുന്നു. ആ പഠിച്ച് ആ ലെവലിൽ നിനക്ക് നല്ല ജോലി കിട്ടേണ്ട സമയമായി. നീ ഇപ്പോഴും ഈ ഇല മുറിക്കല്ലേ? ഇപ്പൊ എന്നെല്ലാം നോക്കറോ? നമ്മൾ നല്ല രീതിയിൽ എത്തി. നമുക്ക് ഇതിനെ കാണുമ്പോ ഒരു വിഷമം. അപ്പൊ അതുകൊണ്ട് ജീവിച്ചു പോകുന്നുണ്ട്, ബുദ്ധിമുട്ടൊന്നുമില്ല. കുടുംബം പറ്റാൻ പറ്റുമോ? ആവുന്നില്ല, എന്നാലും ഇല്ലതുപോലെ ജീവിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യമൊക്കെ എൻ്റെ കമ്പനിയിലേക്ക് പോകാൻ ഒരു 16,000 രൂപ ശമ്പളം തരായി മാസം. എനിക്കിപ്പോ ഒരു ഇല മുറിച്ചാൽ എത്ര കിട്ടും? ഒരു ഇല മുറിച്ചാല് 2 റുപ്യ കിട്ടും. 2 റുപ്യ എന്താ? ഒരു ഇലക്ക് 2 റുപ്യ. 2 രൂപ കൊണ്ട് എങ്ങനെ ജീവിക്കും? ഇപ്പൊ നിന്റെ അവസ്ഥയോ? ഇപ്പൊ ഞാൻ ലുക്കായില്ലേ? ലുക്കായില്ലേ? കഷ്ടമല്ല. എനിക്കൊരു 4 ആളെ മുമ്പിൽ പോയി കൂടെ? കഷ്ടല്ല. അല്ല, നിങ്ങൾ എത്ര ഇല മുറിക്കുന്ന കേട്ടോ അന്നേരം? എടാ നമ്മ എന്തായാലും ഒരു 1500, ഞാൻ ഓളും കൂടി ഒരു 1500 എല്ലാം. 2 രൂപ ദിവസം 3000 രൂപ. അങ്ങനെ ശരാശരി അങ്ങനെ 90,000 രൂപ. അങ്ങനെ നമ്മ കണക്കൂട്ടില്ല. അത്രയൊന്നും ഇല്ലാണ്ട് നമുക്ക് എങ്ങനെ ജീവിച്ചു പോകാൻ പറ്റും? എന്തുണ്ടാ നിന്റെ അപ്പുറം എഴുതാ? നിങ്ങളപ്പുറം എഴുതാ? ഒരു ബെൽറ്റ് വരെയില്ല, 15 രൂപ. എന്തിന് ഒരു ബെൽറ്റ് വരി? വായക്കാർ വീട്ടിൽ നടക്കുന്ന എത്ര ദിവസമായി അറിയാം? കല്യാണ സദ്യ വലിയ ഓർഡർ ഉണ്ടായിരുന്നു. അങ്ങനെ പെണ്ണെടുക്കാൻ കഴിയുന്നില്ല. ഓ, അത് ഞാൻ എടുക്കപ്പോ ഞാൻ തരാം. എനിക്ക് 15,000 രൂപ 10-30 രൂപ കിട്ടില്ലേ നിങ്ങളപ്പുറം നിന്നാല്? ഞാൻ എല്ലാം ചെയ്യും. ഓ ബാബാ.